ഹായ്. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് SSC CGLയുടെ പെർസെൻറ്റേജ് ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി 2 പാർട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തേർഡ് പാർട്ടാണ്. നമ്മൾ ഇതിൽ റിമൈനിങ് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റും കുറച്ചുകൂടി നമ്മൾ ഓൾറെഡി നേരത്തെ യൂസ് ചെയ്ത ഷോർട്ട് കട്ട്സിൻ്റെ ഒക്കെ കുറച്ചുകൂടി ബെറ്റർ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പെർസെൻറ്റേജിൽ ലാസ്റ്റ് ഇയർ CGL ചോദിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ഈ സെഷനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നിങ്ങൾക്കറിയാം. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചോദിച്ചേക്കുന്നത് വിപുൽ സ്പെൻഡ് 30% ഓഫ് ഹിസ് മന്ത്ലി ഇൻകം ഓൺ റെന്റ്, 60% of the remaining on groceries, and 40% of the remaining on others. If he saves rupees 7,056 in a month, then how much does he സ്പെൻഡ് ഓൺ ഗ്രോസറീസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി വിചാരിച്ചോളൂ, ആളുടെ ഇൻകം എന്ന് പറയുന്നത് ആണെന്ന് വിചാരിച്ചോളൂ. നമുക്കിവിടെ അവസാനം തന്നേക്കുന്ന ആളുടെ സേവിങ്സാണ് തന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ഇൻകത്തിൽ നിന്ന് ആളുടെ സേവിങ്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യമേ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് 30% റെന്റിന് ചെലവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 30 ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ സേവിങ്സ് ആണ് നോക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എടുത്തു പോകേണ്ടത് എന്താ, ബാക്കി എന്തുണ്ട് എന്നുള്ളത് എടുത്താണ് പോകേണ്ടത്. അപ്പം 30 ഞാൻ ചെലവാക്കിയാൽ പിന്നെ എൻ്റെ കയ്യിൽ ബാക്കി എത്രയേ കാണത്തുള്ളൂ? 70% അല്ലേ ബാക്കി കാണത്തുള്ളൂ. ഇതാണ് എൻ്റെ റിമൈനിങ്. അവിടെ ക്വസ്റ്റിൻ്റെ അത് കഴിഞ്ഞിട്ട് പറയുന്ന ലൈൻ ഉണ്ട്, 60% ഓഫ് ദ റിമൈനിങ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കാൻ പാടില്ല. 30, 60, 40 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തെടുക്കാൻ പാടില്ല. നമുക്ക് അവിടെ പറയുന്ന ഈ ചെലവാക്കിയതിന് ശേഷം ബാക്കിയുള്ളത്. അപ്പോൾ ഈ ചെലവാക്കിയതിന് ശേഷം ബാക്കിയുള്ളതാണ് ഇതെന്ന് പറയുന്നത്. 30 ചെലവാക്കിയ പിന്നെ ബാക്കി ആ സാലറിയുടെ 70% ബാക്കി കാണും. ഇനി ഇതിൻ്റെ 60% ആണ് ഗ്രോസറീസിന് വേണ്ടി ചെലവാക്കുന്നത്. ഇതിൻ്റെ 60% ആണ് ഗ്രോസറിക്ക് വേണ്ടി ചെലവാക്കുന്നെങ്കിൽ പിന്നെ കയ്യിലുള്ളത് എത്ര ആയിരിക്കും? ഇതിൻ്റെ 60 ചെലവായാൽ ഇതിൻ്റെ 40% അല്ലേ ബാക്കി കയ്യിലുള്ളത്. അപ്പൊ അതാണ് അടുത്ത ലൈനിൽ പറഞ്ഞേക്കുന്ന ആ റിമൈനിങ് എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും പറയാൻ പറ്റി, ഇത് ഫുള്ള് വരച്ചിട്ട് വീണ്ടും റിമൈനിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി എന്താ പറയുന്നത്, ഇനിയും ബാക്കിയുള്ളതിന്റെ 40% ഓഫ് ദ റിമൈനിങ് ഓൺ അതേഴ്സ്. ഇനി ബാക്കിയുള്ളതിന്റെ 40% ആണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇനി കയ്യിൽ ബാക്കിയുള്ളത്. അതിന്റെ 40% ചെലവായാൽ അതിന്റെ ബാക്കി എത്ര പെർസെൻറ്റേജ് ആയിരിക്കും കയ്യിലുള്ളത്? 60% ആയിരിക്കണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ 60% ആൻഡ് അത് എന്ന് പറയുന്നത് ആ കയ്യിലുള്ളത് എന്ന് പറയുന്നതാണ് അവർ എത്രയും തന്നേക്കുന്നത്, 7056 എന്ന് തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റിനെ നമുക്ക് വളരെ ഈ പറഞ്ഞ പോലെ യൂഷ്വലി ക്വസ്റ്റിൻ എല്ലാവരും ചെയ്യാൻ പോകുന്ന ഇൻകം എത്ര എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നെ ഈ പറയുന്ന അവിടെ അവസാനത്തെ ലൈനിൽ ഇൻകം എന്താണെന്നല്ല ചോദിച്ചേക്കുന്നത്. യൂഷ്വലി ക്വസ്റ്റൻസിൽ ഇൻകം എന്താണെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ അവസാനത്തെ ലൈനിൽ ചോദിച്ചിരിക്കുന്ന ഗ്രോസറീസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് എത്ര എന്ന് പറഞ്ഞാൽ, ഗ്രോസറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് ഇൻകത്തിന്റെ 30% ചെലവായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 70%. ഇനി ഇതാണ് ബാക്കിയുള്ളത്. ഇതിന്റെ 60% ഗ്രോസറീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 60% കണ്ടുപിടിച്ച ആൻസർ കിട്ടും. പക്ഷേ നമുക്ക് ഈ പ്രശ്നം എന്തായിരിക്കും, ഈ ഇൻകം അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇൻകം കണ്ടുപിടിക്കും. എന്നിട്ട് അത് അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഗ്രോസറീസിന് വേണ്ടി എന്താണ് ചെലവാക്കിയത് അത് നമുക്ക് അവിടുന്ന് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിക്കുക, ആ മേളിലുള്ള ഇതാണ് നമുക്ക് വേണ്ടിയത്. അതല്ല ഇവിടെ താഴെയില്ലേ, നമുക്ക് ആ ഇൻകം ഉണ്ട്, ആ 70% ഉണ്ട്, ഇനി ആ 60% അതല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പൊ അവർ ആ ക്വസ്റ്റ്യൻ തന്നേക്കുന്നതിലുള്ള വാല്യൂസ് നോക്കിയാൽ വളരെ ട്രിക്കി ആയിട്ടാണ് തന്നേക്കുന്നത്. വളരെ സ്മാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആക്ച്വലി ആൻസർ വരും. പക്ഷെ ഒരുപാട് പേരും എന്ത് ചെയ്യും, ഇൻകം കണ്ടുപിടിച്ച് പിന്നെ അവിടുന്ന് റെന്റിന് പോയതിനു ശേഷം ബാക്കിയുള്ളത് ഗ്രോസറീസിന്റെ സെപ്പറേറ്റ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതൊന്നും ചെയ്യാതെ നമുക്ക് വേണ്ടി ഇൻകത്തിന്റെ 70% 60% റെന്റിന് പോയതിനു ശേഷം ബാക്കിയുള്ള 60% ഗ്രോസറിക്ക് പോകുന്നത്. അത് കിട്ടിയാൽ മതി. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ മേളിൽ പറഞ്ഞതെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആ മേളിൽ പറഞ്ഞേക്കുന്ന എല്ലാം നോക്കിക്കുക, ഇവിടെ ഇല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാവൂ, ആ 40 മാത്രം ഇവിടെ നിന്ന് കളഞ്ഞാൽ പോരെ. ആ 40 മാത്രം അപ്പുറത്ത് കൊണ്ട് ഞങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ ഗ്രോസറി എന്ന് പറയുന്നത്. ഇതിപ്പോൾ മൊത്തം ഇൻകത്തിന്റെ കണ്ടീഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ മൊത്തം സേവിങ്സിന്റെ കണ്ടീഷനാണ് നമ്മൾ ഈ എഴുതിയേക്കുന്നെങ്കിൽ, നമുക്ക് അവിടെ ഗ്രോസറിയുടെ കണ്ടീഷൻ എഴുതാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ആ ഗ്രോസറീസിന്റെ കണ്ടീഷൻ എടുക്കാൻ വേണ്ടി ആ ഇൻകത്തിന്റെ നമ്മൾ മേളിൽ എഴുതിയേക്കുന്നതാണ്, ഇൻകത്തിന്റെ 70% ചെലവാക്കി കഴിഞ്ഞ് 30% റെന്റിന് പോയാൽ പിന്നെ ബാക്കി 70 ഉണ്ട്. ഇനി ഇതിന്റെയും 60% ആ വാല്യൂസ് യൂസ് ചെയ്യുക, നമ്മൾ ആ നമ്പേഴ്സിനെ നല്ലപോലെ യൂസ് ചെയ്യുക. ഈക്വൽ ടു ആ 40% അപ്പുറത്ത് കൊണ്ടുപോകാം. 7056 ഡിവൈഡഡ് ബൈ, നിങ്ങൾക്ക് ആ 40% താഴേക്ക് വരും. അപ്പം 40 താഴേക്കും പെർസെൻറ്റേജ് നമുക്ക് മുകളിലേക്കും കൊണ്ടുപോകാം. നോക്കിയാൽ ഇപ്പൊ ഈ പറയുന്നല്ല നമ്മുടെ ഗ്രോസറീസ് എന്ന് പറയുന്നത്. ക്വസ്റ്റിനിൽ നോക്കിക്കുക, നമ്മൾ ആ മേളിൽ എഴുതിയിരിക്കുന്നത്. സോ ഇത് സോൾവ് ചെയ്ത ആൻസർ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതങ്ങ് സോൾവ് ചെയ്യാം. ഈ 0യും നമുക്ക് ഇവിടെ നിന്ന് ഈ 100% നിന്ന് നമുക്ക് ഒരു 0യും ക്യാൻസൽ ചെയ്താൽ ബാക്കി ഇവിടെ 10 എന്ന് വരും. ഈ 4ഉം ഇതുകൂടി നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 1, ദെൻ 30 എന്ന് പറയുമ്പോൾ 7, പിന്നെ 25 എന്ന് പറയുമ്പോൾ 6ഉം പിന്നെ 16 എന്ന് പറയുമ്പോൾ 4ഉം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വാല്യൂ 17640 എന്ന് ആൻസർ വരുന്നെങ്കിൽ ഒരു ലൈനിൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ അതിനെ ഒരു ലൈനിൽ നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. 17640 വളരെ സ്മാർട്ടായിട്ട് ആ വാല്യൂസ് ഒന്ന് ട്രിക്കി ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അതിനെ വളരെ സ്മാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് വളരെ പെട്ടെന്ന് കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് ലെന്തി ആയിട്ട് ചെയ്ത് പോകേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴും ഈ ഓഫ് ദി റിമൈനിങ് എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ഈ ഓഫ് ദി റിമൈനിങ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടുത്തെ വാല്യൂസിനെ എടുത്ത് എന്ത് ചെയ്യല്, ചുമ്മാ ആഡ് ചെയ്യല്. ഈ ഉപയോഗിച്ചതിന്റെ ബാക്കി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അതിനെ എടുക്കേണ്ടത് ഒരു പ്ലസ് ആംഗിൾ അല്ല, ഇൻറ്റു ആംഗിളിലാണ് എടുക്കേണ്ടത്. ചെലവാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് എന്നുള്ള രീതിയിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലത്തെ ജസ്റ്റ് നമുക്ക് ഈ സാധനങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഇതിന്റെ ഇങ്ങനെയുള്ള നമ്പേഴ്സിലുള്ള സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ചുകളും നല്ലപോലെ അറിഞ്ഞിരിക്കുക, ക്വസ്റ്റൻസിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി. എനിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചർ പ്രൈസ് കൺസെപ്ഷന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ സക്സസീവ് വെച്ച് അങ്ങ് എടുക്കാൻ പറ്റും. ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ കോസ്റ്റ് ഓഫ് ടൊമാറ്റോ പെർ kg is increased by 300%. അപ്പോൾ വില കൂടുവാണ്, 300% ആണ് വില കൂടുന്നത്. ഇനി നമുക്കവിടെ പറഞ്ഞേക്കുന്നത് ഹൗസ് വൈഫ് റെഡ്യൂസസ് ഹർ കൺസപ്ഷൻ ഓഫ് ടൊമാറ്റോ ബൈ 70%. അപ്പോൾ ഇത്രയും വില കൂടുമ്പോൾ ഉപയോഗിക്കുന്ന എന്ത് ചെയ്യും? കൺസപ്ഷൻ കുറയ്ക്കും. അപ്പോൾ കൺസപ്ഷൻ എത്ര കുറച്ചേക്കുന്നത്? 70% കുറയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് അവിടെ ചോദിക്കുന്നത് എന്താ? ഇത് കാരണം നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ എന്ത് വ്യത്യാസം വരും എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സ്പെൻഡിച്ചറിൽ എന്ത് വ്യത്യാസം വരും എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എക്സ്പെൻഡിച്ചറിൽ എന്ത് വ്യത്യാസം വരും എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ എക്സ്പെൻഡിച്ചറിൽ എന്ത് വ്യത്യാസം വരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സക്സസീവ് യൂസ് ചെയ്യാം. 300% കൂടുന്നു. അപ്പോൾ A+B+AB/100 അതിൽ നമുക്ക് കൂടുവാണെങ്കിൽ പ്ലസും കുറയുവാണെങ്കിൽ മൈനസും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാല്യൂസ് ഇതിലേക്ക് ഇടുവാണെങ്കിൽ ആദ്യം 300 കൂടുന്നു, സോ +300, ദെൻ 70 കുറയുന്നു, സോ -70, ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 300 ഇൻറ്റു 300 ഇൻറ്റു 70/100. ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ 300 നിന്ന് 70 പോയി കഴിഞ്ഞാൽ നമുക്ക് 230 എന്ന് വരും. മൈനസ് ഇവിടുന്ന് 2 സീറോയും ഇവിടുന്ന് 2 സീറോയും പോയി കഴിഞ്ഞാൽ 3 × 7 21 and 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് 20% എന്ന് വരും. നമുക്ക് അവിടെ കിട്ടിയ ആൻസർ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻക്രീസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ഓപ്ഷൻ ഡി 20% ഇൻക്രീസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഇൻക്രീസ്, അതല്ല നെഗറ്റീവ് ആൻസർ വന്നതിന് നമ്മൾ ഡിക്രീസ് എടുത്തേനെ. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് നമ്മുടെ എക്സ്പെൻസ് എന്ത് ചെയ്യും? 20% കൂടും എന്നായിരിക്കും നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കണ്ടാൽ അറിയാം. കാരണം ഒരു വില 300% കൂടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെറും 70% കുറയ്ക്കുന്നുള്ളൂ. നമ്മളവിടെ 100% കുറയ്ക്കുന്നൊന്നുമില്ലല്ലോ, വെറും 70% കുറയ്ക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? ചെലവ് കൂടുതൽ തന്നെ ആയിരിക്കും. കാരണം 300% കൂടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻക്രീസേ വരത്തുള്ളൂ. അത് പിന്നെ 20 ആണോ 30 ആണോ എന്നുള്ളത് മാത്രം നമ്മൾ അവിടെ നിന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. സോ നിങ്ങൾക്കറിയാം സക്സസീവ് നമ്മൾ ഒരുപാട് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞു ഓൾറെഡി. വളരെ യൂസ്ഫുൾ ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. നമുക്ക് വേറെയും ഒരുപാട് ചാപ്റ്റേഴ്സിൽ ആവശ്യം വരുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ് നമ്മുടെ ഈ സക്സസീവ് പെർസെൻറ്റേജ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇതുവരെ എനിക്ക് തോന്നുന്നു നമ്മൾ 3-4 തവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം നമ്മൾ ഇവർ ചെയ്ത എല്ലാം വെറും പെർസെൻറ്റേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പം നമുക്കിവിടെ റിയൽ വാല്യൂ കൂടി തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ നമുക്ക് റിയൽ വാല്യൂ തന്നാലും നമുക്ക് എന്താണ്, നമ്മൾ അതേ നേരത്തെ പറഞ്ഞ അതേ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 2 സെഷനിലുള്ള ഷോർട്ട് കട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എത്ര വട്ടമാണ് അത് റിപ്പീറ്റ് ആയത്. ഇപ്പം വീണ്ടും റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് 16,500. ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 16,500 ആണ്. ആൻഡ് ഹിസ് എക്സ്പെൻഡിച്ചർ ഈസ് 12,000. ആളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 12,000 ആണ്. ഇനി നമുക്ക് അവിടെ പറയുന്നത് നെക്സ്റ്റ് ഇയർ ഹിസ് ഇൻകം ഇൻക്രീസ്ഡ് ബൈ 24%. ആളുടെ അടുത്ത വർഷം ഇൻകം 24% ആണ് കൂടുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം എക്സ്പെൻഡിച്ചേഴ്സ് കൂടിയിട്ട് സേവിങ്സ് എത്ര പെർസെൻറ്റേജ് കൂടുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഷോർട്ട് കട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സ്പെൻഡിച്ചർ ഡിക്രീസ്ഡ് ബൈ, ഇവിടെ ഹൈലൈറ്റ് എന്താണ് ഈ ക്വസ്റ്റ്യൻ? സാധാരണ ഒരിക്കലും ഇങ്ങനെ ഡിക്രീസ് വരാറില്ല. എപ്പോഴും ഒരാളുടെ ഇൻകം കൂടിയ ആളുടെ എക്സ്പെൻസ് കൂടാറേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ ചോദിക്കുന്നത്. പക്ഷെ നോക്കിയാൽ ഇപ്പം ഡിക്രീസ് എന്നൊരു കൺസെപ്റ്റ് കൂടി അവിടെ വന്നു. സോ അത് കുറച്ചുകൂടി സ്പെഷ്യൽ ആണ് എന്ന് പറയാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ. കാരണം സാധാരണ ഒരിക്കലും കാണാത്തൊരു ടൈപ്പാണ്. ഒരാളുടെ സാലറി കൂടുമ്പോൾ അയാളുടെ എക്സ്പെൻസും കൂടും, പക്ഷെ ഇവിടെ ആളുടെ ഈ പറഞ്ഞ എക്സ്പെൻസ് കുറയുവാണ്. ഓക്കെ, അപ്പോൾ 10% എക്സ്പെൻസ് കുറഞ്ഞു. അപ്പോൾ അത് സ്പെഷ്യലാണ്. ഇനി ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആളുടെ സേവിങ്സിൽ എന്ത് പെർസെൻറ്റേജിന്റെ ഡിഫറൻസ് വന്നത്? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹിസ് സേവിങ്സ് എത്ര കൂടി എന്നാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ചെലവ് കുറയ്ക്കുവാണെങ്കിൽ, സാലറി കൂടിയിട്ടും ചെലവ് കുറയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും സേവിങ്സ് കൂടത്തില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സേവിങ്സ് നേരത്തെ എന്തുണ്ടായിരുന്നു നോക്കാം. നേരത്തെ ഇവിടെ 500-ഉം പിന്നെ ഇവിടെ നമുക്ക് 4,500 ഉണ്ടായിരുന്നത്. ചോദിക്കുന്ന ഈ പറയുന്ന സേവിങ്സ് എത്ര പെർസെൻറ്റേജ് കൂടി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ കണ്ടുപിടിക്കാമല്ലോ. ഇപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് പ്ലസ് 1 ഇൻറ്റു ഇൻകത്തിൽ വന്ന ഇൻക്രീസ് മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഇൻറ്റു
നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് എന്നുള്ളതാണ് സാധാരണ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡിക്രീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കേണ്ടി വരും. അപ്പം ഇത് ഈക്വൽ ടു നമ്മുടെ സേവിങ്സിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ്. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. ഇനി നമ്മൾ അതിലേക്ക് ആ വാല്യൂസ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ ഷോർട്ട് കട്ട് ഓൾറെഡി ഇപ്പം ഈ പെർസെൻറ്റേജിന്റെ കഴിഞ്ഞ വർഷത്തെ സീജറിൽ മാത്രം നമ്മൾ എനിക്ക് തോന്നുന്നു 3 തവണ ഉപയോഗിച്ച് കഴിഞ്ഞു. 3 or 4 തവണ. നമ്മളിതിപ്പോൾ 4ാമത്തെ 5ാമത്തെ തവണയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ 15 ക്വസ്റ്റിനിൽ മാത്രം നമ്മൾ ഇത് 4 തവണയോ 5 തവണയോ ഉപയോഗിച്ച് കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ചു എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിന്റെ റേഷ്യോ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് 120/45 എന്ന് വരും. നമ്മൾ അതിനെ 5 വെച്ചൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 5 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 24/9 എന്ന് വരും. 24/9 ഫെർദർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 8/3 എന്ന് വരും. സോ നമുക്ക് ഈ വാല്യൂ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. 8/3 പ്ലസ് 1 ഇൻറ്റു നമുക്ക് ഇൻകത്തിൽ വരുന്ന ഇൻക്രീസ് എത്ര? 24 മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് അഗെയിൻ 8/3 ഇൻറ്റു നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഡിക്രീസ് ആണ്, ശ്രദ്ധിച്ചോണം. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ +10 അല്ല -10 ഇട്ട് കൊടുക്കേണ്ടി വരും. സോ -10 ശ്രദ്ധിച്ചോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതൊരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ. എന്താ നമുക്ക് ഒരു സ്പെഷ്യൽ ആണ്, സാധാരണ ഒരിക്കലും ഇങ്ങനെ കാണാറില്ല. ഇതങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ വരും. സോ ഇതങ്ങ് പെട്ടെന്ന് സോൾവ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഇത് 11/3 ഇൻറ്റു 24 എന്ന് വരും. മൈനസ് ഈ മൈനസ് ഇൻറ്റു മൈനസ് അങ്ങ് പ്ലസ് ആവും. നമുക്കിത് 80/3 എന്ന് വരും. നമ്മൾ ഇവിടെ നിന്ന് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിത് 8 എന്ന് വരും. 8 ഇൻറ്റു 11 നമുക്കിത് 88 പ്ലസ് 80/3 എന്ന് വരും. നമ്മൾക്ക് ഇവിടെ ഒരു പെർഫെക്റ്റ് ആൻസർ കിട്ടത്തില്ല, പക്ഷേ ഓപ്ഷനിലെല്ലാം പെർഫെക്റ്റ് ആൻസർ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും, റൗണ്ടഡ് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ. അടുത്തുള്ള ഇൻറ്റീജറിലേക്ക് റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 88 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 80 എന്ന് പറയുന്നത് 240 വരും. 3 ഇൻറ്റു 8 നമുക്ക് 24 വരും. അപ്പോൾ 240യും 24 കൂടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 240 50 60 264 എന്ന് വരും. പ്ലസ് 80/3 എന്ന് വരും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 344 എന്ന് വരും. ഡിവൈഡഡ് ബൈ 3 ആൻഡ് 344 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്കത് 1 ദെൻ 14 എന്ന് പറയുമ്പോൾ നമുക്കത് 4 വട്ടം പോകും. പക്ഷേ എഗെയിൻ അത് 15ന്റെ വളരെ അടുത്ത. സോ നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ്ലി ക്വസ്റ്റിന് പറഞ്ഞ പോലെ റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റീജർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 115 എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്ഷനിൽ 114 തന്നിട്ടും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 115 ആണ് നമ്മുടെ ആൻസർ. ഈ ആ ഷോർട്ട് കട്ട് അറിഞ്ഞാൽ പോലും നമുക്കത് ചെയ്തെടുക്കാൻ ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ കുറച്ച് കാൽക്കുലേറ്റീവ് ആവുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സാധാരണ കാണാത്ത ഒരു സ്പെഷ്യൽ കേസ് കൂടി വന്നിട്ടുണ്ട്, ഡിക്രീസ് എന്നുള്ള കൺസെപ്റ്റ് കൂടി. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്പെഷ്യൽ കേസസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ദിവസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദ മന്ത്ലി income of Ramesh in year 2021 was 18,600 and his monthly expenditure was 12,400. In year 2022, his income increased by 15% and his expenditure increased by 8%. Find the percentage increase in his savings എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അഗെയിൻ കാണാൻ പറ്റും നമ്മൾ ഇപ്പം ചെയ്ത അതേ സെയിം ടൈപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിത് ഈ ഷോർട്ട് കട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഇത് 5ാമത്തെയോ 6ാമത്തെ തവണയാണ് ഇത് റിപ്പീറ്റ് ആവുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു ഷോർട്ട് കട്ട് റിപ്പീറ്റ് ആവുന്നത് 6ാമത്തെ തവണയാണ്. നമ്മുടെ ലാസ്റ്റ് ഇയർ സീജലിന്റെ ആദ്യത്തെ 16 ക്വസ്റ്റനിൽ തന്നെ 6 വട്ടം റിപ്പീറ്റ് ആയിട്ടുണ്ട്. 5 or 6 തവണ റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഏതിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുന്ന എക്സാംസിലും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ശരി, നമുക്ക് ഇതും ഇപ്പോൾ എടുത്ത പോലെ തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇൻകം തന്നേക്കുന്നത് 18,600 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പെൻഡിച്ചർ തന്നിരിക്കുന്നത് 12,400 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ സേവിങ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ 6,200 എന്ന് വരും. സോ നമ്മൾ ആസ് യൂഷ്വൽ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ആ 2 zeros കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 124/62 എന്ന് വരും. നമുക്ക് അവിടെ കാണാൻ പറ്റും ആ 2ന്റെ ഇരട്ടിയാണ് 4, ആ 6ന്റെ ഇരട്ടിയാണ് 12. അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2 എന്ന് വരത്തില്ലേ? 2യുടെ ഡബിൾ ആണ് 4, 6ന്റെ ഡബിൾ ആണ് 12. അങ്ങനെയാണെങ്കിൽ 62യുടെ ഡബിൾ ആണ് 124. നമ്മൾ ആ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെക്ക് ചെയ്താൽ മതി. സോ നമുക്ക് ആ റേഷ്യോ എത്ര വരും? 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇനി ഒരുപാട് സ്റ്റെപ്പ് എഴുതാതെ ആ 2 എടുക്കുക, ദെൻ അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക. അവിടെ ഇൻകത്തിൽ വന്ന ഇൻക്രീസ് 15%, 15 എടുക്കുക, മൈനസ് നമ്മുടെ എഗെയിൻ ആ 2 എടുക്കുക. നമുക്ക് അവിടെ എക്സ്പെൻഡിച്ചറിൽ ഇൻക്രീസ് എന്നാണ് വന്നേക്കുന്നത്, കഴിഞ്ഞ വട്ടം ഡിക്രീസ് ആണ്. അത് 8% ആണ്. സോ 8 എടുക്കുക. സോ 3 ഇൻറ്റു 15 45, 2 ഇൻറ്റു 8 16, 45 16 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 29 എന്ന് വരും. സോ ആൻസർ 29% ആണ് നമ്മുടെ സേവിങ്സിൽ വരുന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 29% ആണ് നമ്മുടെ ആൻസർ. നമുക്ക് കാണാൻ പറ്റും ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഓക്കെ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ നല്ലപോലെ നോക്കി നോക്കുക, ഒരുപാട് വട്ടം റിപ്പീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 candidates contested in an election. 80% of the voters cast their vote, out of which 5% polled votes are invalid. അപ്പം പറയുന്നത് അവിടെ വോട്ട് ചെയ്തവർ വോട്ടഡ് 80% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇൻവാലിഡ് വോട്ട് 5% ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാലിഡ് വോട്ട് എത്ര ആയിരിക്കും? വാലിഡ് വോട്ട് 95% ആയിരിക്കണ്ടേ? 5% ഇൻവാലിഡ് ആണെങ്കിൽ
ഇനി ദി വിന്നിങ് കാൻഡിഡേറ്റ് ഗോട്ട് 70% ഓഫ് ദി വാലിഡ് വോട്ട്. അപ്പം ജയിച്ച ആൾക്ക് കിട്ടിയത്, വിന്നറിന് കിട്ടിയത് 70% ഓഫ് വാലിഡ് വോട്ടാണ് കിട്ടിയത്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. സോ 70% ഓഫ് ദ വാലിഡ് വോട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൂസറിന് കിട്ടിയത് എത്ര ആയിരിക്കും? തോറ്റ ആൾക്ക് അതേ വാലിഡ് വോട്ടിന്റെ 30% ആയിരിക്കും. എന്നിട്ട് 70 ആൾ ജയിച്ച ആൾ കിട്ടിയെങ്കിൽ തോറ്റ ആൾക്ക് 30% കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? ആൻഡ് വൺ ബൈ എ മെജോറിറ്റി ഓഫ് 36,480 വോട്ട്സ്. ആ മാർജിൻ പറഞ്ഞിട്ടുണ്ട്, ജയിച്ച വോട്ടിന്റെ മാർജിൻ. അപ്പൊ ആ മാർജിൻ എത്രയാണ്? 36,480 എന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മാർജിൻ ഒന്ന് ചെക്ക് ചെയ്താലോ. ഇവർ തമ്മിലുള്ള പെർസെൻറ്റേജ് മാർജിൻ എത്രയാണ്? 70-30. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ 40%-ന്റെ വ്യത്യാസം ഇല്ലേ? 40% ഓഫ് വാലിഡ് വോട്ടിന്റെ വ്യത്യാസം. ഓക്കെ, ശ്രദ്ധിച്ചോണേ, 40% ഓഫ് വാലിഡ് വോട്ട്സ്. അപ്പൊ അതാണ് നമ്മുടെ ഈ മാർജിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി 40 എന്ന് പറഞ്ഞ് ഇതെന്ന് കയറി എടുക്കല്. ഓക്കെ, അത് കംപ്ലീറ്റ്ലി തെറ്റിപ്പോവും. അപ്പൊ നമുക്ക് തന്നെ കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ തന്നെ എടുക്കാം. മൊത്തം വോട്ട് ചോദിച്ചിരിക്കുന്ന മൊത്തം എത്ര വോട്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം ആൾക്കാർ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ മൊത്തം വോട്ടേഴ്സ് ഇൻറ്റു ഈ വോട്ടേഴ്സിന്റെ എത്ര പെർസെന്റ് ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ? 80% വോട്ട് ചെയ്തുള്ളൂ. സോ അതിന്റെ 80%. അപ്പൊ ഇതാണ് നമ്മുടെ മൊത്തം വോട്ട് ചെയ്തവർ, വോട്ടഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന്റെയും വാലിഡ് മാത്രമേ റിസൾട്ടിന് വേണ്ടി ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇൻറ്റു 95% ചെയ്താൽ പോരെ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊത്തം വാലിഡ് വോട്ട്, റിസൾട്ടിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വോട്ട് എത്രയാണെന്ന് കിട്ടും. ഇനി ആ വാലിഡിന്റെയും 40% ആ മാർജിൻ, അതാണ് നമുക്ക് എത്രയും തന്നേക്കുന്നത്? 36,480 എന്ന് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഫുൾ അങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വോട്ടേഴ്സ് എത്ര എന്നുള്ളത് കിട്ടും. നമുക്ക് അതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ പെർസെൻറ്റേജും ഈ 2 സീറോസും ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം നമ്മളങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വോട്ടേഴ്സ് ഈക്വൽ ടു നമുക്ക് ആ 36,480 ഇൻറ്റു നമുക്കിവിടെ 2% ബാക്കിയുണ്ട്. സോ 4 0 മേളിൽ കൊടുക്കാം. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമറേറ്ററിലേക്കായിരിക്കും വരുന്നത്. ആൻഡ് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഡിനോമിനേറ്ററിൽ 8 ഉണ്ട്, 95 ഉണ്ട്, നമുക്കിവിടെ 4 ഉണ്ട്. സോ ഇതൊന്നും ഇനി കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. സോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ 8 വെച്ച് ഈ നമ്പറിനെ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് 4, പിന്നെ 44 എന്ന് പറയുമ്പോൾ 5, പിന്നെ 6 0 എന്ന് വരും. നമ്മൾ 4 വെച്ച് ഇതിനെ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്കിത് 1 1 പിന്നെ 16 16 എന്ന് പറയുമ്പോൾ 4 0 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ 5 വെച്ച് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 19ഉം ഇത് നമ്മൾ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 2 14 എന്ന് പറയുമ്പോൾ വീണ്ടും 2 ആൻഡ് 40 പറയുമ്പോൾ 8 ആൻഡ് 228 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 19 × 12 ആണ് 228. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ പഠിച്ചു വെക്കണം. എല്ലാ ടേബിളിൻ്റെയും നമ്മൾ 12 വരെ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം ഇപ്പം തന്നെ 19 × 12 ആണ് വന്നിരിക്കുന്നത്. നിങ്ങളത് പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് 15ലേക്കും 20ലേക്കും കൊണ്ടുപോകണം. അങ്ങനെ നമ്മുടെ ആൻസർ എത്രയെന്ന് വരും? നമുക്ക് ഇവിടെ നിന്ന് നമുക്കിത് ആൻസർ 1 2 പിന്നെ ബാക്കിയുള്ള 4 0 എന്ന് പറയുമ്പോൾ നമുക്കത് 12 lakh എന്ന് നമുക്ക് ആൻസർ വരും. മൊത്തം വോട്ടേഴ്സ് ഉള്ളത് 12 lakh അല്ല, 1,20,000 നമുക്ക് ആൻസർ വരും. 1,20,000. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 1,20,000 ആണ് നമ്മുടെ ആൻസർ. ആൻഡ് നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. ആൻഡ് invested 20,000 in shares. The shares rose by 18% on the first day, fell by 15% on the second day, and fell by 3% on the third day. What is the net percentage increase or decrease in the value of the investor share? നിങ്ങൾക്കിത് പല രീതി കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ 2 lakh എടുത്ത് ചെയ്യാം. പക്ഷെ ആ 2 lakh എടുത്ത് ചെയ്യുന്നേക്കാളും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നുകിൽ സക്സസീവയുടെ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, സക്സസീവ് 3 എണ്ണം വരുന്ന സക്സസീവ് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആദ്യമേ 18% കയറി, എന്നിട്ട് 15% പിന്നെ വീണു, അതിനുശേഷം പിന്നെ 3% കൂടി വീണു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലിയർലി ഒരുപാട് പേർക്കും ചിലപ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. നമ്മുടെ 18% കൂടി 15 3 കൂടി കുറഞ്ഞു എന്ന് പറയുമ്പോൾ 18 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 18 0 എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ തരാത്തത് നമ്മുടെ ഭാഗ്യം. പക്ഷേ അങ്ങനെ എടുക്കല് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ഒരിക്കലും എടുക്കല്ല. നിങ്ങൾക്ക് ഇത് സക്സസീവ് യൂസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ ഇവിടുന്ന് ഒരു കാര്യം പറയാൻ പറ്റും, നമുക്കിത് ഇൻക്രീസ് എന്തായാലും വരത്തില്ല. നമുക്കിത് വരാൻ പോകുന്ന ഡിക്രീസ് ആണെന്ന് പറയാൻ പറ്റും. അത് 2.7 ആണോ 2.2 ആണെന്ന് മാത്രം നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. സോ അത് നമുക്ക് 100 വെച്ച് അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സക്സസീവ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ 100 വെച്ച് ചെയ്യുവാണ്. ആ 2 lakh എന്നുള്ള വാല്യൂ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ 100 വെച്ച് എടുക്കുകയാണെങ്കിൽ ആദ്യം 100 ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അതിൽ ആദ്യം 18% കൂടി. അപ്പൊ 100ന്റെ 18% എന്ന് പറയുമ്പോൾ 18, അത് കൂടി കഴിഞ്ഞാൽ നമുക്ക് 118 എന്ന് വരും. ഇനി അതിൽ നമുക്ക് 15% കുറയ്ക്കാം. അപ്പൊ 15% നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 118ന്റെ 15% എന്ന് പറയുമ്പോൾ 17.7 എന്ന് വരും. കുറയായിട്ട് മൈനസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 100.3 എന്ന് വരും. ഇനി ഇവിടെയും നമുക്ക് റൗണ്ടഡ് ഓഫ് ടു 1 decimal place എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്താൽ മതി. ഇനി അടുത്ത നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 3% കൂടി കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതിന് ചുമ്മാ 3% കുറച്ചാൽ പോലും നമുക്ക് എത്ര വരും? 97 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന്
97 ആണ് വരാൻ പോകുന്നതെങ്കിൽ പക്ഷെ എക്സാക്ട് 97 ആയിരിക്കത്തില്ല. നമുക്ക് 97ന്റെ പോയിന്റ് കുറച്ചുകൂടി വരുന്നുണ്ട്. ഇവിടെ 0.3 ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു 97 പോയിന്റ് ഒരു റഫ്ലി ഐ തിങ്ക് 97.2 ഒക്കെ അടുപ്പിച്ച് വരും. അതെ, 97.2 ഒക്കെ അടുപ്പിച്ച് വരും. അവിടെ ഇവിടെ 100 അല്ലല്ലോ, 103% കുറച്ചാൽ നമുക്ക് ഈ പറഞ്ഞ 3 വരും, 97 വരും. പക്ഷെ അവിടെ 0.3 കൂടി ഇല്ലേ, 0.3 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരും, ആ 97 പോയിന്റ് ഒരു 2 ഒക്കെ അടുപ്പിച്ച് വരും, 2-3 ഒക്കെ അടുപ്പിച്ച് വരും. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇത് ജസ്റ്റ് 3 ചുമ്മാ കുറച്ചെടുത്താലും മതി, കുഴപ്പമൊന്നും വരത്തില്ല. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ 97.3 എന്ന് പറഞ്ഞ് ചുമ്മാ കുറച്ചങ്ങ് എടുത്താലും മതി. ഓക്കെ, നമുക്ക് സ്റ്റിൽ ഈ പറഞ്ഞ ആൻസർ വളരെ അടുത്തായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 100-ലല്ലേ തുടങ്ങിയത്, നമ്മൾ അവസാനം വന്ന് നിന്ന് ഇവിടെ 97.3-ലല്ലേ വന്ന് നിന്ന്, അങ്ങനെയാണെങ്കിൽ എത്ര കുറഞ്ഞേക്കുന്നത്, നമുക്കത് 2.7% അല്ലേ കുറഞ്ഞേക്കുന്നത്. ഞാൻ കുറയോ ചെയ്തിരിക്കുന്നത്, 100-ന്ന് കുറഞ്ഞാൽ താഴേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ആണ്. എൻ്റെ എത്ര പെർസെൻറ്റേജ് ഡിക്രീസ്, 2.7% ഡിക്രീസ്. സോ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര വരും, ഏകദേശം ആ ഒരു ഓപ്ഷൻ സി 2.7% ഡിക്രീസ് എന്ന് നമുക്ക് ആൻസർ വരും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റൻസ് കണ്ടു കാണും. കുറേ സ്പെഷ്യലും കുറേ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളതും കുറേ നല്ല അഡ്വാൻസ് ക്വസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളതില്ല. നമ്മുടെ ലാസ്റ്റ് ഇയർ പെർസെൻറ്റേജിൽ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റൻസിൽ ഏറ്റവും നല്ല ക്വസ്റ്റൻസ് ആയിരുന്നു ഈ ഒരു സെഷനിൽ ഉണ്ടായിരുന്നു നമുക്ക് പറയാം. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കറിയാം നമ്മൾ ഓൾമോസ്റ്റ് 18 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, 30-ൽ ഇനി ഒരു 12 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ലാസ്റ്റ് ഇയർ CGL ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ഇത് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകാം, ലാഗ് ആവാതെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. CGL മാത്രമല്ല, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും അവർക്കൊക്കെ തന്നെ പഠിക്കാനുള്ള ഒരു കോമൺ ടോപ്പിക് ആ പെർസെൻറ്റേജ്. സോ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ബാങ്ക് ആയാലും ശരി, റെയിൽവേ ആയാലും ശരി, റെയിൽവേക്കാർക്കും വളരെ യൂസ്ഫുൾ ആണ് ഇതൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇനി റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇനി ഉടനെ തന്നെ കാണാം. അപ്പോൾ സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു ചെറിയ കാര്യങ്ങളും പഠിക്കാൻ കിട്ടിയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സെഷൻ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റിൽ തന്നെ അറിയിക്കുക. സോ ദാറ്റ് എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇത് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. ഇനി മുമ്പിലുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് വീണ്ടും നമുക്ക് ഇവിടെ തന്നെ കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.